വെൽക്കം ബാക്ക് ആദീസ് ഡേ ബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നും വീണ്ടും ഒരു ട്രിപ്പ് വ്ളോഗായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇന്ന് ഫോർട്ട് കൊച്ചിയിലാണ് പോകുന്നത്. നമുക്ക് സാറ്റർഡേ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഓഫ് കിട്ടിയപ്പോൾ അപ്പോൾ നമുക്കൊരു ട്രിപ്പാക്കാം എന്ന് വിചാരിച്ചു. നമ്മളെവിടെ പോകാൻ പോവാ എന്ന് പറഞ്ഞേ, എവിടെ പോകാൻ പോണേന്ന് പറഞ്ഞേ, മെയിൻലി ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വെറുതെ ഒരു പുറത്തു പോകൽ വ്ളോഗാണ്. നമ്മൾ ഇന്ന് പുറത്തു പോകാൻ പോകുന്നത് എവിടേക്കാ? ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. മഴയൊക്കെയാണ്, അപ്പം നമുക്ക് നോക്കാം മഴ പെയ്യോ. കുറച്ച് കൂടി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവിടേക്ക് അടുക്കാറാകുമ്പോഴാണ് സാധാരണ ഒരു തവണ പോയപ്പോൾ ഇതുപോലെ തന്നെ മഴ കൂടിയത്. നമുക്ക് നോക്കാം. മഴയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് തന്നെ പോരും. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഇന്ന് തീരുമാനിച്ചേക്കണേ. അപ്പം നമുക്ക് പോവാം. നമ്മൾ ആക്ച്വലി നേരെ പിടിക്കാമെന്നായിരുന്നു. ആലുവന്ന് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് വൈറ്റില, എടപ്പള്ളി ആ ഒരു ഇതിക്ക് ഫോർട്ട് കൊച്ചി പോവാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതാ നമ്മൾ ഈ പറയുന്ന പോലെ ബ്ലോഗ് കണ്ടപ്പോൾ തന്നെ നേരെ ടേൺ ചെയ്ത് നമ്മൾ കണ്ടെയ്നർ റോഡിലോട്ട് വച്ച് പിടിച്ചു. അതായിരിക്കും നമുക്ക് നല്ലതെന്ന് തോന്നി. നല്ല ബ്ലോക്കാണ് ഗൈസ്. അങ്ങനെ കളമശ്ശേരിയിൽ നിന്ന് ആക്ച്വലി ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടെയ്നർ റോഡിലോട്ട് എത്താൻ പറ്റുന്നില്ല. കാരണം അത്രയും ബ്ലോക്ക് ആയതുകൊണ്ട്, സാറ്റർഡേ ഓഫ് എല്ലാവർക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു കിട്ടിയത്. പിന്നെ നമ്മൾ ഒരു കണക്കിന് കണ്ടെയ്നർ റോഡിലോട്ട് കയറി പിന്നെയാണ് കുറച്ച് സമാധാനമായത്. നല്ല ഫ്രീ ആയിട്ട് റോഡ് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വെച്ച് പിടിച്ച് നേരെ എറണാകുളത്തോട്ട് പിന്നെ നമ്മൾ വിട്ടു കേട്ടോ. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ഭയങ്കര, ഇതെല്ലാം കൂടി കൂടിയിട്ട് തന്നെ ഒരു ജംഗ്ഷൻ ആണല്ലോ. അവിടെ ഭയങ്കര ഒന്നാമത് ഈ റോഡ് പണിയൊക്കെ നടക്കണ ഭയങ്കര റഷാണ്. അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു ചടപ്പായിരിക്കും. പിന്നെ Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. Cause paradise is wherever we make it. Paradise is wherever we make it. Till the sun's up Monday, we'll tell our phones, do not disturb. I got my straw hat, babe. And you can finally pull the tags on your Tommy Bahama shirt. Blue crush up on the 85-inch sound machine. നീണ്ട യാത്രയ്ക്കിടയിൽ നമ്മൾ എറണാകുളം എത്തി ഗൈസ്. പെട്ടെന്ന് തന്നെ എറണാകുളം എത്തി. കാരണം നമ്മൾ അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് നേരെ എടപ്പള്ളി വഴി ഫോർട്ട് കൊച്ചി പോകാനായിരുന്നു വിചാരിച്ചത്, ജങ്കാറിൽ കയറാതെ. പക്ഷേ ബ്ലോക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആ സൈഡിൽ നിന്ന് ഓടി. നമ്മൾ നേരെ കണ്ടെയ്നർ റോഡ് വെച്ച് പിടിച്ചു. അതാകുമ്പോഴേക്കും നമ്മൾ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് തന്നെ എറണാകുളം എത്തും.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ എറണാകുളം എത്തി. കുറച്ച് സമയം എടുത്തോളൂ, കാരണം ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ബ്ലോക്കില്ലാതെ സ്മൂത്തായിട്ട് പോരാൻ പറ്റി. ഡൽഹിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. നമ്മൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ജങ്കാറിൽ കയറാനുള്ള ടൈമാവും. അങ്ങനെ ഇതാ വീണ്ടും ബ്ലോക്ക്. ഇത് ബ്ലോക്കല്ല, കണ്ടെയ്നറിലോട്ട് കയറാനുള്ള നമ്മുടെ ഈ ജങ്കാറിലോട്ട് കയറാനുള്ള ആ ഒരു ലൈനാണ് ഇത്. സാധാരണ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫോർട്ട് കൊച്ചി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് എന്തോ അതായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയയും ഭയങ്കര ഒരു ആംബിയൻസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടവുമാണ്. പിന്നെ നമ്മളിതുപോലെ എന്തോരം ഒരു ഇതിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് നിന്നാലും അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രീ ആൻഡ് കം മൈൻഡ്, പീസ്ഫുള്ളായിട്ടുള്ളൊരു ഇത് കിട്ടും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ജങ്കാറിൻ്റെ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് നമ്മളുടെ വൈപ്പിൻ വാട്ടർ മെട്രോ ഒക്കെ ഉള്ളത്. നമ്മളിത് ആക്ച്വലി പോകുമ്പോൾ ഇല്ലേ, നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ നമുക്കൊരു എനർജറ്റിക് ഫീൽ ശരിക്കും പിന്നെ തോന്നൂല. കുറച്ച് പേരും കൂടി ഉള്ളപ്പോഴാണ് നല്ലൊരു ഇതായിട്ട് തോന്നുക. പക്ഷെ പെട്ടെന്ന് എടുത്ത ആ ഒരു ഇതായതുകൊണ്ട് പോവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നാൽ പോകണം. നമുക്കത് പിന്നെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ എടുത്തതാട്ടോ ഇത് പോവാന്നുള്ളത്, ഫോർട്ട് കൊച്ചിയിൽ പോകാമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി പോയപ്പോൾ. അതൊന്നും നമ്മൾ എടുത്തതല്ല, നമ്മളവിടെ ചെന്നപ്പോൾ ഓരോന്ന് നമുക്ക് പോകാൻ തോന്നി, അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തു നിന്നപ്പോഴാണ് നമ്മുടെ ജങ്കാറ് വന്നത്. ജങ്കാറ് വന്ന് നമുക്ക് ആദ്യം ഈ കുറച്ച് നമ്മളുടെ വണ്ടികൾ, നമ്മുടെ കാറ് കയറ്റി, പിന്നെ നമ്മൾ ഈ അവിടെ നിൽക്കുന്ന ആളുകളെ കയറ്റി, അത് കഴിഞ്ഞ് പിന്നെ 2 വീലേഴ്സ് അങ്ങനെ കയറ്റും. അപ്പോൾ അങ്ങനെ കയറ്റി നമ്മൾ ജങ്കാറിൽ സ്റ്റേ ആയി. നമ്മളിതുപോലെ തന്നെ ഒരു തവണ, ഞാൻ ആക്ച്വലി അതിൻ്റെ ചെറിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 3 മിനിറ്റിൻ്റെ. നമ്മളിതുപോലെ ഫോർട്ട് കൊച്ചി പോകാൻ പോയിട്ട് ഭയങ്കര ഫ്ലോപ്പായി പോയൊരു ഡേ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഇത്രയൊന്നും ആയിരുന്നില്ല ജങ്കാറിലോട്ട് കയറാനുള്ള ക്യൂ എന്ന് പറയണത്. ഭയങ്കര വലുതായിരുന്നു. അന്ന് നമ്മളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടും നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളൊന്ന് തിരിച്ച് പിന്നെ നമ്മൾ വല്ലാർപാടത്ത് പോയത്. ഇതും അതുപോലത്തെ ഒരു ഡേ ആവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം മഴ ടൈമും കൂടി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെയിലൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോവാൻ പറ്റി. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. Cause paradise is wherever we make it. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. ഇനി നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് ഇനി പോകാനുള്ള സ്റ്റാമിന നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കടകളൊക്കെ നമ്മളായിട്ട് ഇനി കണ്ടുപിടിക്കണം കടകൾ. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു ആക്ച്വലി ഏത് ഷോപ്പിൽ കയറുന്നുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോഴേക്കും ഈ പറയണ പോലെ 12:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ കടകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കയറാൻ ഉദ്ദേശിച്ച കട ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ കയറിയില്ല. ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി.
പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കടകളൊന്നും ഇല്ല എന്ന് വെച്ചാൽ നല്ല എന്തോ ഫുഡ് കിട്ടുന്ന നല്ലൊരു സ്പോട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഷെയ്നാണ് പറഞ്ഞത് ഉണ്ടെന്ന്. പക്ഷെ പോകും തോറും വഴി ചെറുതായി വരാവും. നമ്മൾ കാറാണല്ലോ കൊണ്ടുപോയിക്കണേ. ചെറുതാവും തോറും നമുക്ക് പിന്നെ വണ്ടി ഇടാനുള്ള സ്ഥലവും കൺജസ്റ്റഡ് ആകുമ്പോഴേക്കും പിന്നെ ടെൻഷനാവും. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് തന്നെ, അതായത് ജങ്കാർ ഇറങ്ങി ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ കട എത്തും. ആ കട നമ്മുടെ അറേബ്യൻ പാലസ്. ആ പാലസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ഷെയിൻ പിന്നെ മന്തിയിൽ ജനിച്ചതുകൊണ്ട് മന്തിക്കളി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെ മന്തിക്കടയിലാണ് കയറിയത്. പക്ഷെ അവൻ അങ്ങനെ നമ്മൾ അത് കൊടുത്തില്ല. നമ്മൾ അതിന് മുന്നേ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇവിടെ കയറിയത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീറ്റേ ഉണ്ടായിരുന്നില്ല. തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ 2-3 പിള്ളേർ അവിടെ വാതിക്കൽ തന്നെ നിൽക്കുകയാണ്. അവരോട് ചോദിച്ചപ്പോൾ സീറ്റ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ആകെ ശോകമായി. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി. റഷ് ആയതുകൊണ്ട് തന്നെ ഫുഡ് വരാനായിട്ട് ടൈം എടുത്തു. അപ്പോൾ നല്ല അടിപൊളി സാധനവും വന്ന് അങ്ങനെ നമ്മൾ അറ്റാക്ക് തുടങ്ങി. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO, babe. I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree inside, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പോകാൻ പോകുന്നത് ജ്യൂസ് സ്ട്രീറ്റിലോട്ടാണ്. ജ്യൂസ് സ്ട്രീറ്റ് ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്ഥലം. കാരണം നമ്മൾ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഇത് എടുത്തത് വരെ ജ്യൂസ് സ്ട്രീറ്റിൽ നിന്നാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അന്ന് സേവ് ദ ഡേറ്റിന് പോയപ്പോൾ അന്ന് പോയതാണ്, പിന്നെ പോയിട്ടില്ല. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ പറഞ്ഞതുപോലെ ജ്യൂസ് സ്ട്രീറ്റിൽ പോകാൻ ഉദ്ദേശിച്ച ഞങ്ങൾ വീണ്ടും അത് മാറ്റി നമ്മൾ ജൂതപ്പള്ളിയില്ലേ, അവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ആ പള്ളിയിലേക്ക് പോകാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് സ്ട്രീറ്റിൽ പോകണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ജ്യൂസ് സ്ട്രീറ്റ് എടുത്തിട്ടോ. അത് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യുക, അതാണ് മെയിൻ ടാസ്ക്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയിലോട്ട് നടന്നു. അവിടെയൊക്കെ നല്ല ആംബിയൻസ് ആണല്ലോ, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സമാധാനമാണ്. വേറെ എല്ലാ വീഡിയോസിലും ഈ പറയുന്ന പോലെ നമ്മളൊന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വോയിസ് ഇട്ടാലും ഈ ഫോട്ടോച്ചിയുടെ ഒരു ഇതിടുമ്പോഴേക്കും എനിക്ക് ഭയങ്കര എനർജിയാണ് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. സെയിൻറ്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ബർത്തലോമി എന്നാണ്. ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം. ഞാൻ 6th പഠിക്കുമ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ ജൂതപ്പള്ളി ഫോർട്ട് കൊച്ചി ആ ഏരിയയിലോട്ടായിരുന്നു. അപ്പോൾ ഈ ജൂതപ്പള്ളിയിലൊക്കെ 6th പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് നന്നായിട്ട് അറിയുന്ന ഫേമസ് പള്ളിയാണല്ലോ. സെൻറ്റ് ഫ്രാൻസിസ് എന്നായിരുന്നു പേര്, അത് മാറി ബർത്തലോമി എന്നായിരുന്നു നമ്മുടെ ഈ പള്ളിയുടെ പേര്. അത് മാറിയിട്ട് നമുക്ക് സെൻറ്റ് ഫ്രാൻസിസ് എന്ന പള്ളിയാക്കി പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയയിലെ ആ ഏരിയയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇറങ്ങി. ഈ എസ്ര മൂവിയില്ലേ, ആ മൂവിയിലെ ജൂതപ്പള്ളി, ജൂതന്മാർ, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പ്രേതത്തിനെ പോലത്തേക്ക് ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ദൈവങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൻ്റെ അകത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കുറച്ച് വായിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. Do you hear that? My sanity about to break while everyone I know's out.
On a trip, on a boat, on a lake. I'm tired of feeling all FOMO, babe. I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little. ബെൻലി ഹായ് കൊടുത്ത് ഹായ് അത് കിട്ടി. അങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ജൂസ് സ്ട്രീറ്റിലോട്ടാണ് പോയത്. ഇതുപോലെ തന്നെ എല്ലായിടത്തും വഴി കൺജസ്റ്റഡ് ആണ്. ഇതുപോലെ തന്നെ ആളുകളും ഒരുപാടുണ്ട്. ആ നേരെ കാണുന്നതാണ് ജൂസ് സ്ട്രീറ്റ്. അവിടേക്ക് പോകാൻ എന്തായാലും നമുക്ക് വണ്ടിയും കൊണ്ടൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഈ വഴിയിലൊന്നും വണ്ടി ഇടാനും പറ്റില്ല. എന്നിട്ട് നമ്മൾ കുറേ വണ്ടി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ഇട്ടതിന് ശേഷം അവിടെ നിന്ന് നടന്നാണ് നമ്മൾ ജൂസ് സ്ട്രീറ്റിലോട്ട് വന്നത്. നല്ല തിരക്കാണ്, നല്ല റഷാണ് റോഡ് മുഴുവനും. ഇതുപോലെ ഇങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ തന്നെ കിടന്നു. നമുക്ക് വണ്ടി കൊണ്ടുപോയി ഇടണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എത്രയും ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയി അവിടെ ഇട്ടത്. ജൂസ് സ്ട്രീറ്റിൻ്റെ കുറച്ച് ആ ഏരിയയിൽ നിന്ന് മാറി ഇച്ചിരി അങ്ങോട്ടേക്ക് മാറുമ്പോഴേക്കും മട്ടാഞ്ചേരി മെട്രോ സ്റ്റേഷൻ അതും ഉണ്ടായിരുന്നു. സോറി, വാട്ടർ മെട്രോയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് നടന്നു, ജൂസ് സ്ട്രീറ്റിലോട്ട് നടന്നു. Do you hear that? My sanity about to break. അങ്ങനെ പാർക്കിങ്ങും കഴിഞ്ഞു. ജ്യൂസ് സ്ട്രീറ്റ് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് നടന്ന് ജ്യൂസ് സ്ട്രീറ്റിലെത്തി. ഇത് കണ്ടോ, ഇത്രയും തിരക്കാണ് ആ ഒരു സ്ട്രീറ്റിൻ്റെ അകത്ത്. ഇതിങ്ങനെ നേരെ കിടക്കാണ്, ഭയങ്കര നീണ്ട വഴിയൊന്നും അല്ല. കാണുമ്പോഴേക്കും വാങ്ങിക്കാൻ തോന്നുന്നു. എല്ലാം കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനൊക്കെ തോന്നും. കാരണം അതുപോലത്തെ എന്താ പറയുക, പഴയ രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. ബെന്നി എല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഹായ് അങ്ങനത്തെ പറച്ചിൽ അവനിപ്പോൾ ഈയിടെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ എല്ലാത്തിനും ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ഞാനും ഹായ് എന്ന് ഓരോന്ന് കാണുമ്പോൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും മനസ്സില്ല. അവിടെ നിന്ന് കൈ വീശി ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. ഹായ് പറഞ്ഞേ. ഭയങ്കര ഇഷ്ടമാണ്. ബെന്നി എല്ലാം കാണുമ്പോൾ ഹായ് എന്ന് പറയണ പോലെ ഞാനും എനിക്ക് ഓരോ കാര്യങ്ങൾ ഇഷ്ടം കാണുമ്പോൾ ഞാനും ഹായ് എന്ന് പറയണ്. ഞാനും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നമുക്കതൊന്നും കിട്ടിയില്ല. നമ്മളെല്ലാം നോക്കി നോക്കി വച്ചിട്ട് പോന്നു. ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് വാങ്ങിക്കാമല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ബീച്ചിൽ നമുക്ക് എന്തായാലും പോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ പോയി അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഇത്രയും ഈ പ്രാവുകളുടെ ആ ഒരു ഇത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ ആക്ച്വലി എനിക്ക് ആ ഒരു വീഡിയോ കിട്ടുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ഈ പ്രാവുകൾ ഇങ്ങനെ നടന്നപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കൊടുക്കണപ്പോൾ എനിക്കും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൊടുത്തപ്പോൾ അങ്ങനെ പ്രാവൊക്കെ വന്ന് എൻ്റെ കയ്യിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. We crank the AC to 79 and make a little island. അങ്ങനെ നമ്മളുടെ ഫോർട്ട് കൊച്ചി ട്രിപ്പ് വ്ലോഗ് ഓൾമോസ്റ്റ് എൻഡിങ് സ്റ്റേജ് ആയി. നമ്മൾ അവിടെ നിന്ന് ജങ്കാറ് കയറാതെ അതുപോലെ തന്നെ ഈ തോപ്പുംപടി പാലം, ഇതൊക്കെ ഈ പാലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും എൻ്റെ ബ്രദർ ഇവിടെ ഫോർട്ട് കൊച്ചിയിലത്തെ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അതായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവാറുണ്ട്. ഈ തോപ്പുംപടി പാലം അതൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു മൊമെൻ്റ് കിട്ടിയത്. നമ്മളിവിടെ നിന്ന് ആക്ച്വലി ഇറങ്ങുമ്പോൾ തന്നെ 5:30 6 മണി ആ റേഞ്ചായി ഇറങ്ങിയപ്പോൾ തന്നെ. വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായിരുന്നു. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഈ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും ഈ പാലത്തിൽ, ഈ തോപ്പുംപടി പാലം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. വൈൻഡപ്പ് ചെയ്യാണെന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് തീർന്നു. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പറ ബെന്നി, വൈൻഡപ്പ് ചെയ്യാണെന്ന് പറഞ്ഞേ. ടാറ്റാ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണം. ടാറ്റാ. വീണ്ടും ഇതാ ബ്ലോക്കിലോട്ട് കടന്നിരിക്കുന്നു. നമ്മളുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഏറ്റവും ചടപ്പ് വന്നത്. നമ്മൾ ഈ മറൈൻ ഡ്രൈവ് എത്തി, എന്നിട്ടാണ് നമ്മൾ കണ്ടെയ്നർ റോട്ടിൽ കയറി ആലുവ പിടിച്ചത്.
അപ്പോഴേക്കും നമ്മളുടെ ആ ഒരു പിന്നെ ഇതേ സൈഡിൽ തന്നെ നമ്മുടെ മഹാരാജാസ് കോളേജ്. എൻ്റെ വേറെ ചേട്ടനും മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ആ ഒരു ഏരിയ ഒക്കെ കാണുമ്പോഴേക്കും. പിന്നെ അവിടെ ലണ്ടൻ ബ്രിഡ്ജ് എക്സിബിഷനൊക്കെ ആ മറൈൻ ഡ്രൈവ് ആ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ബ്ലോക്കിലൂടെ കിടന്ന് വണ്ടിയിലിരുന്ന് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് കണ്ടെയ്നർ റൂട്ടിലെത്തി. കണ്ടെയ്നർ റൂട്ടിൽ നിന്ന് പിന്നെ നമ്മൾ സ്മൂത്തായിട്ട് ആലുവയിലെത്തും കേട്ടോ. അവിടെ ബ്ലോക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ ട്രിപ്പ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.